ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രാക്ക് ഹീലിനെ പറ്റി, അതായത് കാലിലെല്ലാം ഉണ്ടാവുന്ന ആ ഒരു വെണ്ടീറലില്ലേ, അതിനെ പറ്റിയിട്ടാണ്. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് എടുക്കാം. ഏതൊരു സ്കിൻ കെയർ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് രീതി എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതിന്റെ കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഏത് സ്കിൻ കെയർ പ്രോബ്ലം ആയിക്കോട്ടെ, അതിന്റെ കോസ് വേണം ഫസ്റ്റ് മനസ്സിലാക്കാൻ. അപ്പോൾ കോസ് മനസ്സിലാക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നു എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാം. അപ്പം നമ്മുടെ കാലിന്റെ സ്കിന്നിനെ പറ്റി അതിന് നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മുടെ കാലിന്റെ സ്കിന്നും പിന്നെ നമ്മുടെ കൈയുടെ സ്കിന്നും ഒക്കെ കുറച്ച് വ്യത്യാസമുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇപ്പം സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേണം സ്റ്റാർട്ടം കോർണിയം. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവസാനം നിൽക്കുന്ന ലെയർ ആണ് ഈ സ്റ്റാർട്ടം കോർണിയം. ഇത് നമ്മുടെ കാലിന്റെ പാദത്തിന്റെ അവിടെയും കൈയുടെ പാമിലും ഒക്കെ കുറച്ച് അധികമായിട്ടുണ്ട്. കാരണം പ്രൊട്ടക്ഷൻ, അവിടെ കുറച്ച് ഹാർഡ്നെസ് വേണ്ട സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉണ്ട്. മാത്രമല്ല ഈ സ്ഥലങ്ങളിലൊന്നും ഹെയർ ഫോളിക്കിൾസും ഇല്ല, അതുപോലെ തന്നെ ഓയിൽ ഗ്ലാൻസും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് കയ്യിലൊന്നും മുടി വരാത്തതൊക്കെ. പിന്നെ നമ്മുടെ കൈയൊന്നും അത് എണ്ണമയം ഒന്നും തോന്നാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും അവിടെ ഇല്ല. പിന്നെ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ സ്വെറ്റ് ഗ്ലാൻസ് ആണ്. അതുകൊണ്ടാണ് ഈ ചില ആൾക്കാർക്ക് കാലിന്റെ അടിയിലൊക്കെ ഭയങ്കരമായിട്ട് സ്മെല്ല് തോന്നുന്നത്, അവിടെ ഒരുപാട് സ്വെറ്റ് ഗ്ലാൻസ് ഉള്ളത് കൊണ്ടാണ്. ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ബോഡി ഡെവലപ്പ് ചെയ്ത് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടായിരിക്കുന്നത്. കാരണം കാലിന്റെ അടിയാണ് നടക്കാനൊക്കെ നല്ല തിക്ക് പ്രൊട്ടക്റ്റീവ് ലെയർ വേണമല്ലോ, അതുകൊണ്ടാണ് അവിടുത്തെ ആ പ്രൊട്ടക്റ്റീവ് ലെയറായി സ്റ്റാർട്ടം കോർണിയം കൂടുന്നത്. പിന്നെ അവിടെ ഹെയർ ഫോളിക്കിൾസിന്റെ ആവശ്യം, ഓയിൽ ഗ്ലാൻസിന്റെ ആവശ്യമില്ല. കാരണം അവിടെ എത്രത്തോളം കട്ടിയായിട്ടിരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ആ ഡ്രൈനെസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹെയർ ഫോളിക്കിൾസും പിന്നെ സ്വെറ്റ് ഗ്ലാൻസും ഓയിൽ ഗ്ലാൻസും ഇല്ലാതെ. പിന്നെ സ്വെറ്റ് ഗ്ലാൻസിന്റെ ആവശ്യം എന്ന് വെച്ചാൽ സ്വെറ്റിങ് എന്തായാലും നമുക്ക് ആ വിയർപ്പ് അവിടെ വേണം. കാരണം എന്നാലും നമ്മുടെ ആ ഒരു യൂണിറ്റ് നമ്മളെ സ്കിന്നൊക്കെ വർക്ക് ചെയ്തോളൂ. അപ്പൊ സ്വെറ്റ് ഗ്ലാൻസ് എന്തായാലും വേണം. കാരണം കുറച്ച് വെള്ളമൊക്കെ പുറത്തോട്ടൊക്കെ പോകേണ്ട ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് സ്വെറ്റ് ഗ്ലാൻസ് വേണം. ഓയിൽ ഗ്ലാൻസ് ഇല്ലാത്തത് അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ക്രാക്ക്, നമ്മളെ കാലിന്റെ ഒരു അനാറ്റമി. ഇനി നമുക്ക് റീസണിലോട്ട്. ക്രാക്ക് ഹീൽസിന് ഒരുപാട് റീസൺസ് ഉണ്ട്, ഒരു 10-11 റീസൺസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. അതിനകത്ത് ഒന്നാമത്തെ റീസൺസ് എന്ന് വെച്ചാൽ പാരമ്പര്യം, അതായത് ഹെറിഡിറ്ററി. നമുക്ക് പാരമ്പര്യമായിട്ട് ഇപ്പൊ നമ്മുടെ ജീനിൽ ഓൾറെഡി നമുക്ക് ക്രാക്ക് ഹീൽഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാരണം ഡ്രൈ സ്കിന്നാണ്, ക്രാക്ക് ഹീൽ അച്ഛനോ അപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതൊരു റീസൺ ആണ്. രണ്ടാമത്തേന്ന് വെച്ചാല് നമ്മൾ ഇടുന്ന ഷൂ നല്ല പ്രോപ്പർ ആയിട്ട് ഫിറ്റഡ് അല്ലാത്ത ഷൂ, അതായത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് ഒക്കെ ഇടുകയാണെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാല് അതിനകത്തിരുന്ന് അങ്ങോട്ട് ഒതുങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഷൂസ് ഒന്ന് സോഫ്റ്റ് അല്ല, ഷൂസ് കുറച്ച് കട്ടിയുള്ള സാധനം അല്ലേ. അപ്പൊ അത് ഇരിക്കുന്ന കാരണം നമ്മുടെ അവിടെ ഒരു തഴമ്പ്, അതായത് കാലസ് ഫോം ചെയ്യും. ഈ കാലസ് നമുക്ക് ക്രാക്ക് ഹീലിലോട്ട് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ റീസൺസ് എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സാധാരണ ചപ്പൽസിലെ ഫ്ലിപ്പ് ഫ്ലോപ്സ്, അപ്പം നമ്മൾ സാധാരണ സ്ലിപ്പറുകൾ, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഇത് നമുക്ക് ക്രാക്ക് ഹീൽസ് തരും. ഒന്നാമത്തേന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് ക്രാക്ക് ഹീൽഡ് പ്രോൺ ആയിട്ടുള്ള കാലായിരിക്കും. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇടുകയാണ്, നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് കൂടുതലായിട്ട് നമ്മുടെ സ്കിൻ ടച്ച് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ക്രാക്ക് ഹീലിന് റീസൺ ആയിട്ട് മാറും. പിന്നെ പ്രോപ്പർ ആയിട്ട് കാലിന് ആ സപ്പോർട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണോ റീസൺസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അടുത്തെന്ന് വെച്ചാൽ എക്സിമ, അതായത് നമുക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കാണ് എക്സിമ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നോർമലി കാലിന്റെ അടിയിലൊക്കെ ഡ്രൈ സ്കിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലീഡ്സ് ടു ക്രാക്ക് ഹീൽസ്. അടുത്ത സൊറൈസിസ്, അതായത് നമ്മൾ ഈ ചൊറിച്ചിലൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അവർക്കും ഈ ഒരു റീസൺ കാരണം കാലിന്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിൽ വരുന്നത് കാരണം ക്രാക്ക് ഹീൽസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നു, പ്രത്യേകിച്ച് നമ്മൾ ഷോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, പക്ഷെ അവർ പ്രോപ്പറായിട്ട് ഹീൽ സപ്പോർട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ക്രാക്ക് ഹീൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന്റെ അടുത്ത റീസൺസ് എന്ന് വെച്ചാൽ കോൾഡ് വെതർ, അതായത് നമുക്ക് തണുപ്പുള്ള സമയത്ത് കൂടുതലായിട്ടും ആൾക്കാർക്ക് ഫുൾ ബോഡി ഡ്രൈ ആവും. ആ കൂട്ടത്തിൽ നമ്മുടെ കാലും കൂടെ ഡ്രൈ ആവും. അപ്പൊ തണുപ്പ് കാലത്തൊക്കെ അല്ലേ നമുക്ക് കൂടുതലായിട്ടും ആ ഒരു ക്രാക്ക് ഹീൽ പെട്ടെന്ന് ചില ആൾക്കാർക്ക് വരുന്നത്. അത് ഈ തണുപ്പ് കാരണം ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ ഒരു ക്രാക്ക് ഹീൽ വരുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഫുഡ് ഫംഗസ്. ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാൽ ഓൾറെഡി ഡ്രൈ ആയിരിക്കും. അത് മാത്രമല്ല അവിടെ ചൊറിച്ചിലോ എക്സിമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫംഗസിന് അത് അവിടെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇത് കാലിൽ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ല. നമ്മുടെ കാലിന്റെ ആ ഹീൽസിന്റെ അവിടെ, പിന്നെ നമ്മുടെ നെയിൽസിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ശരീരത്തിനെയും ഇത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് വേറെ കുറച്ച് റീസൺസുകൾ. അപ്പൊ ഏതാണെന്നുള്ള നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് നേരം നിൽക്കുന്നത് കൊണ്ടാണോ,
നിങ്ങൾ കാലാവസ്ഥ കാരണമാണോ അതേ ഫുഡ് ഫംഗസ് ആണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത കാരണമാണ് ഏതെങ്കിലും അണ്ടർലൈൻ മെഡിക്കൽ ഇഷ്യൂസ് കാരണം, അതായത് ഹൈപ്പോതൈറോയിഡിസം. അതായത് നമ്മുടെ തൈറോയിഡിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ബോഡി ഡ്രൈ സ്കിൻ ആവും. അതൊരു ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ഫീച്ചറും കൂടെയാണ് ഡ്രൈ സ്കിൻ. അപ്പൊ അങ്ങനെ ആവുന്ന കാരണം നമുക്കൊരു ക്രാക്ക് ഹീൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഡയബറ്റിക് മെൽറ്റസ്, അതായത് ഷുഗറിന്റെ അസുഖമുള്ള ആൾക്കാർക്ക് ഈ ഇങ്ങനെ ഒരു ഡ്രൈനെസ് കാരണം ക്രാക്ക് ഹീൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മൾ ഈ ഗ്രേവ്സ് ഡിസീസ് അങ്ങനെയൊക്കെ പറയത്തില്ലേ, അഡിസൺ ഡിസീസ്, ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ക്രാക്ക് ഹീൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വരാൻ അടുത്തായിട്ട് ചാൻസ് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ മൊത്തത്തിൽ ഡ്രൈ ആവും. അത് കാരണം നമുക്ക് ക്രാക്ക് ഹീൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ട്രോമ, അതായത് നമ്മൾ എന്തെങ്കിലും മുറിവ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം കാലിൽ ഈ ഒരു ഡ്രൈ ഹീല് കാരണം നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് പിമിക് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ കാല് ഉരയ്ക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സാധനം ഇട്ടിട്ട് നന്നായിട്ട് ഉരയ്ക്കത്തില്ലേ, അത് ആ സമയത്ത് ഇറ്റ്സ് റിയലി ഗുഡ്, കാരണം നല്ല കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പക്ഷേ അത് കൂടുതലാവുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നല്ലതല്ല സ്കിന്നിന്. അപ്പം ആ ഒരു സമയത്ത് അത് ഓക്കെ ആയിരിക്കും, പക്ഷെ ഫ്യൂച്ചറിലേക്ക് അത് നല്ലതല്ല. അപ്പൊ അത് കാരണം കാരണം വീണ്ടും നമ്മൾ ട്രോമ കൊടുക്കുകയാണ്, അത് കാരണം വീണ്ടും അവിടെ ഈ ഒരു ക്രാക്ക് ഹീൽസ് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഡ്രൈ ഹീൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും, ഇപ്പൊ എന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകളായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, മെനോപാസ് ഇല്ല. അപ്പൊ അതായത് നമുക്ക് നമ്മുടെ മെൻസ്ട്രേഷൻ നിർത്തുന്നതിന് ശേഷം നമ്മുടെ സ്കിൻ ആ ഒരു കാലില് ക്രാക്ക് ഹീൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. ഒന്നും നമുക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല, ഇതുകൊണ്ടാണ് വരുന്നത്. ഞാനും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നവരെ എനിക്കും അത്ര ഒരു നല്ല അറിവുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഓക്കെ ഫൈൻ, ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അതിന് കാര്യം എന്ന് വെച്ചാൽ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ഫിഷർ, അതായത് ആ വെണ്ടികളൊക്കെ നല്ല പെയിൻഫുൾ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൂടുതലും, ഒരു ഇത്ര വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് കൂടുതലും ഈ ഒരു കാലിന്റെ ഭാഗത്ത് വിണ്ടുകീറൽ വരുന്നത്. ഈ മെനോപാസ് അതിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. കാരണം നമ്മുടെ ബോഡി മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടക്കുന്ന സമയമാണ് മെനോപാസ്, നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയം. അപ്പൊ അത് കാരണം നമ്മുടെ കാലിന്റെ അടിയിൽ നല്ല രീതിയിൽ മഞ്ഞ കളർ ഫിഷേഴ്സ് ആയിട്ട് വരും, നല്ല പെയിൻഫുൾ ആയിരിക്കും സംഭവം. പക്ഷെ നമ്മൾ മനസ്സിലാക്കത്തില്ല ഇത് മെനോപാസ് കാരണമാണ്, നമ്മൾ വേറെ എന്തെങ്കിലും റീസൺ ആണ്, തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ മിക്കവാറും ഫസ്റ്റ് റീസൺസ് ഇത് തന്നെയായിരിക്കും. അപ്പം ഞാൻ അവസാനം പറയാൻ കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ക്രാക്ക് ഹീൽസ് മാറ്റാമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞ റീസൺസിൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നിങ്ങൾ ഈ കാല് വിണ്ടി കീറുന്നതിന് ഡോക്ടറിനെ കാണണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മുടെ കാലിന്റെ വിണ്ടികളിൽ നമുക്ക് ഏതെങ്കിലും അസുഖങ്ങൾക്ക് കാരണമായിരിക്കും. വിറ്റാമിൻ ഡെഫിഷ്യൻസി, അതല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസീസ്, അതല്ലെങ്കിൽ ഡയബറ്റിക്സ്, എന്താണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ഡോക്ടറിനെ കാണുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ചെയ്യാം. രണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ നോൺ ഫിറ്റഡ് ആയിട്ടുള്ള ഷൂസ് ആണ് ഇടുന്നതെങ്കിൽ മാക്സിമം ഫിറ്റഡ് ഷൂസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ, അതാകുമ്പോഴത്തേക്കും ആ ഒരു ഫിറ്റഡ് അല്ലാത്ത ഷൂ ഇടുന്ന കാരണം ഉണ്ടാകുന്ന ആ ഒരച്ചില് കാരണമാണ് നമുക്ക് ആ ഒരു ക്രാക്കിൽ ഉണ്ടായത്. അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഫിറ്റഡ് ആയിട്ടുള്ള ഷൂ ഇടാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല സോക്സ് ഇടാനും കൂടെ ശ്രദ്ധിക്കുക. സോക്സ് എപ്പോഴും വുളൻ സോക്സിനെക്കാളും കോട്ടൺ സോക്സ് ആണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുക. കാരണം വുളന്റെ ആ ഒരു ത്രെഡ് ചിലപ്പോൾ കാലിൽ കയറി പിടിച്ചു വെക്കാൻ സാധ്യതയുണ്ട്, ക്രാക്ക് ഹീൽസ് ഒക്കെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് മാക്സിമം കോട്ടൺ സോക്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്സ്, അതായത് നമ്മൾ സ്ലിപ്പേഴ്സ് ഇടുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇടാൻ ശ്രദ്ധിക്കുക. അടുത്ത് ഞാൻ പറയുമ്പോൾ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യമാണ്, മാക്സിമം കാലിൽ ചെരുപ്പിടാതെ നടക്കാതിരിക്കുന്നത് ഒഴിവാക്കുക. കാരണം ചെരുപ്പിട്ടിട്ട് നടക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്രത്യേകിച്ച് നമ്മൾ മലയാളിയൊക്കെ ചെരുപ്പിടാതെ നടക്കുന്ന ഇഷ്ടമാണ്, അറിയാം. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് കുറയ്ക്കാം. നിങ്ങൾക്ക് തീരെ നടക്കാൻ പറ്റുന്ന അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ മാക്സിമം ഒന്ന് കുറയ്ക്കുക, ചെരുപ്പിട്ടിട്ട് തന്നെ നടക്കാൻ ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾക്ക് ചെരുപ്പിടാതെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു സോക്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ആ പെയിൻ നമുക്ക് കുറയ്ക്കുന്ന ഏറ്റവും നല്ലതാണല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത്, നിങ്ങൾ പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഹീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പിമിക് സ്റ്റോൺ ഇതൊന്നും യൂസ് ചെയ്യരുത്. കാരണം ഇതുള്ള ആൾക്കാരാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ എക്സ്ട്രീംലി ഡ്രൈ ഹീൽസും ക്രാക്സും ഉള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പാർലറിൽ പോയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുന്ന സംഭവം അത് അവരുടെ അടുത്ത് മാക്സിമം ചെയ്യാതിരിക്കാൻ പറയുക. കാരണം ഇതൊക്കെ നമുക്ക് കാലിന് കൂടുതൽ ട്രോമ ഉണ്ടാക്കി ഈ നടത്തിക്കുന്ന എന്തുകൊണ്ടാണോ നമ്മൾ ഈ സംഭവം വന്നത് അത് വീണ്ടും വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കും, ഇതുകൊണ്ടല്ലല്ലോ വന്നത്, പിന്നെ എങ്ങനെ ഇത് ചെയ്തുകൊണ്ട് വരാം? ഞാനിത് പണ്ട് ഇത് ചെയ്തിട്ടില്ല, പക്ഷെ എന്റെ കാല് സോഫ്റ്റ് ആയി ചെയ്തതിന് ശേഷം.
പണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമ കിട്ടിയതുകൊണ്ട്, തട്ടോ മുട്ടോ അല്ലെങ്കിൽ നടക്കുന്നത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവം കിട്ടിയതുകൊണ്ടാണ് അവിടെ ഒരു ഡ്രൈ ഹീൽ ഉണ്ടായത്. അപ്പൊ നിങ്ങൾ വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും എന്തെങ്കിലും ട്രോമ കൊടുക്കുന്ന കാരണം ഇത് വീണ്ടും കൂടാനാണ് ചാൻസ്. ആ ഒരു സമയത്ത് നമ്മൾ ഫിസിക്കൽ എക്സ്പോളിയേഷൻ പോലെയാണ്, ആ ഒരു സമയത്ത് അത് പോവും, പക്ഷെ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ഭയങ്കര എക്സീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് മനസ്സിലായില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡോക്ടറിനെ കാണുക. നിങ്ങൾക്ക് റീസൺ ഒക്കെ അറിയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഏതൊക്കെ ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യാന്ന് പറയാം. യൂറിയ, സാലിസിലിക് ആസിഡ്, HASൽ വരുന്ന ലാക്റ്റിക് ആസിഡ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ക്രാക്ക് ഹീൽ മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പം സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ പറയുന്നുണ്ട് HA എന്ന് പറയുന്നത് നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണ്. അതുപോലെ തന്നെയാണ് സാലിസിലിക് ആസിഡും യൂറിയ. ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ അവിടുത്തെ ആ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്ത് കളയാൻ സഹായിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനമല്ലേ, അത് കാലിൽ ഇത്രയും ഹാർഡ് ആയിട്ടുള്ള മാറ്റുന്നത് എങ്ങനെയാന്ന്? സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഫേസിൽ എടുക്കുന്ന കോൺസെൻട്രേഷൻ അല്ല നമ്മൾ കാലിൽ എടുക്കുന്ന കുറച്ചുകൂടി ഹൈ കോൺസെൻട്രേഷനിലായിരിക്കും ഫുഡ് ക്രീമുകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ക്രീമുകൾ ആരും മുഖത്തിടരുത്. കാരണം ഭയങ്കരമായിട്ട് സ്കിൻ ബാരിയർ ഡാമേജ് ആവും. ഫേസിലെ സ്കിൻ ഞാൻ പറഞ്ഞേ, അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം അനാറ്റമി ഒക്കെ പറഞ്ഞത്. ഫേസിന്റെ സ്കിന്നിനെക്കാളും സ്ട്രാറ്റം കോർണിയം കൂടുതലാണ് ഫൂട്ടിന്റെ സ്കിന്നിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാലിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇത്രയും കോൺസെൻട്രേഷനിൽ യൂറിയയൊക്കെ. അപ്പൊ അത് വാങ്ങിച്ചാലും മുഖത്തിടരുത് എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഏതൊക്കെ ക്രീമാന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ, കാല് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റ്സോ അല്ലെങ്കിൽ 10 to 20 മിനിറ്റ്സ് ഇറക്കി വെക്കുക. ഇളം ചൂടുവെള്ളത്തിൽ ഇടുക. അതിൻ്റെ ഇടയിൽ ഷാമ്പു ഒന്നും ഒഴിക്കണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ ബോഡി വാഷ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ കാലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു തൊലിയില്ലേ, അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് ക്രീമാണോ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ല, അതിൽ ഏതെങ്കിലും ഒരു ക്രീം തേച്ചതിന് ശേഷം സോക്സ് ഇടുക. നൈറ്റിലേ ചെയ്യാവുള്ളൂ. സോക്സ് ഇടുക, കിടന്നുറങ്ങാം. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം 1 പ്രാവശ്യം ചെയ്യാവുള്ളൂ. അത് നിങ്ങൾ തിക്നെസ്, ഒരുപാട് തിക്നെസ് ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ചെയ്തു, ഇല്ലാന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. ഇനി എടുത്തു പറയാനുള്ളത്, ഓൾറെഡി കാലിന് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ ഇത് ചെയ്യരുത്. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കാലിന് ഒരു കുറച്ച് ഒരു ഹാർഡ്നെസ് വേണം. അതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ നാച്ചുറലി നമുക്ക് സ്റ്റാർട്ടം കോർണിയ അത്രയും തിക്കായിട്ട് തന്നേക്കുന്നത്. ഇത് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തിക്നെസ് കുറയും. അതുകൊണ്ട് പൂ പോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ആരും ഇത് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യരുത്. കാലിന് നല്ല അന്തസ് പണിയിട്ട്, കാരണം കാലിന് ഒരു ചെറിയ കട്ടി വേണ്ടതാണ്. ക്രാക്ക് ഹീൽസ് ഉള്ളവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ക്രീംസ് യൂസ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ സോക്സ് ഇടുക. ഇത് ഫസ്റ്റ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ടത്. ഇനി എല്ലാ ദിവസവും ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, രാത്രി കിടക്കുന്നതിന് മുന്നേ കുളിച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസർ കാലിലിടുക. എന്നിട്ട് കിടക്കുന്നതിന് മുന്നേ നല്ലൊരു വാസ്ലിനോ അല്ലെങ്കിൽ സെറാവിയുടെ റിപ്പയർ ക്രീം ഉണ്ട്, നൈക്കയിലുണ്ട്, സെറാവി വന്നിട്ടുണ്ട്, താങ്ക് ഗോഡ്. സെറാവിയുടെ ആ ഒരു റിപ്പയർ ക്രീം ഏതെങ്കിലും വാങ്ങിയിട്ട് കാലിൽ ദിവസവും നൈറ്റ് ഇടുക, സോക്സ് ഇട്ടിട്ട് കിടക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ, നമ്മുടെ കാലിലുള്ള ആ ഒരു ഞാൻ പറയുന്ന ഒരുപാട് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന വെള്ളത്തിന്റെ ലോസ് ഒക്കെ ഒന്ന് തടയാനായിട്ടും ആ ഡ്രൈനെസ് ഒന്ന് കുറയ്ക്കാനായിട്ടും കാലൊന്ന് സോഫ്റ്റ് ആക്കി വെക്കാനായിട്ടും വാസ്ലിനോ ഈ റിപ്പയർ ക്രീമോ ഹെൽപ്പ് ചെയ്യും. ഇനി റെക്കമെൻഡേഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ഫിക്സ്ഡെർമയുടെ 2 ക്രീംസ് ഉണ്ട്, ഫൂബിറ്റിക്കും ഫിഡീലിയയും. അടുത്തത് ഡെർമാടച്ചിന്റെ സീറോ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് യൂറിയയും ലാക്റ്റിക് ആസിഡും, അതായത് യൂറിയയും ഒരു AHA ആണ് കൂടുതലായിട്ടുള്ളത്. ഇത് 3ഉം ആദ്യമേ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഡോക്ടർ ഫൂട്ടിന്റെ ഒരു ക്രീം ഉണ്ട്. ഇത് എന്തായാലും ഡെഫിനറ്റ്ലി വീക്ക്ലി വൺസ് യൂസ് ചെയ്യുള്ളൂ. ബാക്കി 3ഉം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഡോക്ടർ ഫൂട്ടിന്റെ ആണെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ ബോക്സിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് യൂസ് ചെയ്യുക, അത് അല്ലാണ്ട് യൂസ് ചെയ്യരുത്. കാരണം അതിന്റെ കോൺസെൻട്രേഷനും അതിന്റെ ഫോമിലും ഓരോ ബോക്സിലും ഓരോന്നാണ്. അപ്പൊ ഞാൻ ആരേത് വാങ്ങിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഞാൻ ഇത്രയും റെക്കമെൻഡേഷൻ പറഞ്ഞാണ്. ഇതിനകത്ത് ഓരോന്നിനും അവരെങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ച് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് അവർ ബോക്സിൽ പറഞ്ഞാൽ പോലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് വീക്ക്ലി വൺസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മാക്സിമം കോട്ടൺ സോക്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, വുളൻ സോക്സിനേക്കാൾ. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത്, കാലിലാരും ഷാമ്പുവും ബേക്കിംഗ് സോഡയും മറ്റേ നമ്മുടെ ലെമൺ ജ്യൂസ് ഒക്കെ സ്ക്വീസ് ചെയ്തിട്ട് പതപ്പിച്ചിട്ട് കാല് വെക്കത്തില്ലേ, ഈ സാധനം ഒരിക്കലും കാലിൽ ചെയ്യരുത്. അഥവാ നിങ്ങൾക്ക് ക്രാക്ക് ഹീൽസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം നല്ല രീതിയിൽ പണി കിട്ടും, നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ ഡാമേജ് ആവും. അപ്പൊ ഇത് ഒരിക്കലും ചെയ്യരുത്. എനിക്കറിയാം കുറെ പേർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നും, പക്ഷെ ലോങ് റണ്ണിൽ അതൊരിക്കലും നമുക്ക് റിസൾട്ട് തരത്തില്ല, നമുക്ക് പണി കിട്ടത്തേ ഉള്ളൂ. അപ്പൊ അതൊന്നും ചെയ്യരുത്. ഇത്രയായിരുന്നു ക്രാക്ക് ഹീൽസിനെ പറ്റിയുള്ള വീഡിയോ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ എന്റെ ചൊവ്വാഴ്ചത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ
നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രാക്ക് ഹീൽസിനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയ്സിലും തേഴ്സ്ഡേയ്സിലും സൺഡേയ്സിലും ഞാൻ വരുന്നതാണ്. Till dates, Lakshmi signing off. Ta-ta!